നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് വരാൻ പോകുന്ന നോമ്പിനെ പറ്റി ചർച്ച ചെയ്യാനാണ്. അപ്പൊ 30 ദിവസം നോമ്പ് കഞ്ഞി വെക്കാൻ താല്പര്യമുള്ളവർക്ക് മുന്നോട്ട് വരാവുന്നതാണ്. നമ്മൾ റെഡിയാണ്. കഞ്ഞി വെക്കാനാണ് മാമ, കുടിച്ചു തീർക്കാനല്ല. കഴിഞ്ഞ തവണ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. നോമ്പ് തുറക്കാൻ വെച്ചിരുന്ന ഈത്തപ്പഴം ആരോ കവറി കെട്ടി വീട്ടിൽ കൊണ്ടുപോകുന്നതായി. ഏത് ഹിമാറിന്റെ പള്ളിക്കറിയാ ബലത്തരം കാണിച്ചത്? ഹിമാറിനെ CCTV കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട് മാമ. തറാവിക്ക് ശേഷം ഒരു പൊതിച്ചോറ് വീതമേ ഒരാൾക്കുള്ളൂ. അല്ല, ഇനിയിപ്പോ വീട്ടിൽ വയ്യാതിരക്കണ കോയക്കാനോട് വിളിച്ചുകൊണ്ട് വരണ പള്ളിയിലോട്ട്. കൊളസ്ട്രോൾ പേഷ്യൻസിനെ മാനിച്ച് നോമ്പ് തുറക്കുമ്പോൾ എണ്ണ പലഹാരങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു. കൊളസ്ട്രോൾ ഉള്ളവർ കഴിക്കണ്ട, ഇല്ലാത്തവർ കഴിക്കട്ടെ എന്ന് പറയുന്നു സുലൈമാനെ. ഞമ്മക്ക് അറിഞ്ഞൂടാ. അത് തെറ്റാൻ നിനക്ക് അറിഞ്ഞൂടാത്തത്. ഇവിടെ എണ്ണ പലഹാരം കിട്ടാത്തതിന്റെ പെരിപ്പിലിരിക്കാൻ ഞാൻ മയത്തേകളും പന്നി. ഗംഗ റിവർ ആണോ പോണ്ടാണോ? റിവർ അല്ല, പിന്നെ പോണ്ടാണ്. കേട്ടിട്ടില്ലേ ഗംഗ ഇപ്പൊ പോണ്ടാന്ന്? കുട്ടപ്പൻ ജയിൽ ചാടി, പോലീസ് എന്ത് ചെയ്തു? കൂടെ ചാടി. പിന്നെ വേറൊരാളെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി. നീ എന്റെ അടുത്ത് ചോദിക്കും. ഈ ലോകത്ത് ഒരു കാക്കയ്ക്ക് മാത്രം പറക്കാൻ കഴിയില്ല. ഷെറവലില്ലാത്ത കാക്ക അല്ല, പിന്നെ ഇക്കാക്ക. ഒന്നുകൂടെ ചോദിക്കും. വെള്ളമില്ലാതെ ഇങ്ങനെ കുളിക്കുക? വെള്ളമില്ലാതെ എങ്ങനെയാ കുളിക്കുന്നത്? വിയർത്ത് കുളിച്ചാൽ മതി. अरे भाई बाय बाय. नहीं 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 നെയ് ആ കടക്കുണ്ട്, സൂപ്പർ നെയ്. अरे भाई इस जगह का नाम क्या है? ഞാൻ ഇവിടെ പുതിയത് എവിടെ എടുത്ത് ചോദിച്ചാൽ മതി. അത് അക്ഷയ കിട്ടും. നാളെ ലാസ്റ്റ് ഡേറ്റ്. मुझे चिन्नकड़ा जाना है भाई. ചിന്നക്കട ഇവർ രാത്രി പോകും, കൂടെ പോയാ മതി. बस कहाँ पे मिलेगा? ആർക്കട പേ. अरे कूल हो जा भाई, कूल हो जा. ദിവനെങ്ങനെ കണ്ട് കുറച്ചെങ്കിലും ഹിന്ദി അറിയത്തില്ല, ഒന്ന് ചോദിക്കുക എന്തേലും. സാരേ ജഹാം സെ അച്ഛാ. ഹിന്ദു സിത്ത ഹമാര ഹമാര. ओ अच्छा अच्छा. അത് പിന്നില്ല പാവം. പന്നി. इंग्लिश ओके. ഓക്കേ. Where's the bus? ഊർക്കമ്പാമ്പിനാണല്ലോ ചവിട്ടിയത്. എന്റെ ഒരു കിടില സാധനം ഉണ്ട്, ചോദിക്കട്ടെ? ചോര്. സാലേ കമീനെ ഉല്ലൂക്കെ പട്ടെ. ഈ IPL-ൽ നിങ്ങളും പൈസ സമ്പാദിക്കണമോ എങ്കിൽ കേൾക്കൂ. 1x ഗെയിംസ് തങ്ങളുടെ യൂസേഴ്സിന് 1 കോടി രൂപ ഗിവ് ഹയസ്റ്റ് ഓഡ്സ് കൂടാതെ 330% ബോണസ് 65,000 രൂപ വരെ നൽകുന്നു. വെറും 200 രൂപ മിനിമം ഡിപ്പോസിറ്റ് ചെയ്യൂ, നിങ്ങളുടെ പ്രവചനം ലഗാവോ, പിന്നെ പൈസ സമ്പാദിക്കാൻ തുടങ്ങും. 1x ഗെയിംസ് ഉണ്ടല്ലോ, 1000 ഓൺലൈൻ ഗെയിമുകളും ഫ്രീ. അതിനാൽ ഇനി എന്തിന് ആലോചന? ഇപ്പോൾ തന്നെ പിന്നെ കമന്റിൽ നൽകിയിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യൂ, അല്ലെങ്കിൽ ഈ QR കോഡ് സ്കാൻ ചെയ്യൂ. എന്റെ പ്രൊമോ കോഡ് MALLU36 ഉപയോഗിച്ച് 65,000 വരെ ഗ്രാൻഡ് ബോണസ് നേടൂ. കളിക്കൂ, ജയിക്കൂ, പൈസ സമ്പാദിക്കൂ. അപ്പൊ ഇതൊരു യൂണിവേഴ്സിറ്റി ഉണ്ടാ. കസാക്ക് ഉരുട്ടി കിസ്ദാർ പെടകോടി പാണ്ടിക്കറമ്പാറ പോലെ പാണ്ടിക്കരിമ്പാറ കടയാടി ബേബി. അത് വേണം. അല്ല, അത് മാത്രമല്ല, ഈ ജോലിയോടൊരു പാഷൻ ഉണ്ട് എനിക്ക്. രാഹുലെ, തനിക്കും എനിക്കും അറിയാം, തൻ്റെ ആകെയുള്ള പാഷൻ എന്ന് പറയുന്നത് ഇന്ന് ഇങ്ങോട്ട് വന്ന പാഷൻ പ്രോയാണ്. പേപ്പട്ടി അടിച്ച് കയറിയ എന്തേടാ ഉടുപ്പ് രണ്ടിനും എടുത്താ? നിനക്കപ്പോ നന്നായിട്ട് അഭിനയിക്കാൻ അറിയാമോ? അഭിനയിക്കാനല്ല, ജീവിക്കാൻ അറിയാം. എങ്കിലേ നീ കരയുന്നത് ഒന്ന് അഭിനയിച്ചു കാണിച്ചോ. എന്തും അപരാധമാണ് ഈ കാണിക്കണം. ചിരിച്ചോടാ കരയണേ. അയ്യോ സാറ്, എന്നെ റിമൂവ് ചെയ്യല്ലേ. ഇതിനു വേണ്ടി 5 ലക്ഷം രൂപ കൊണ്ടുവന്ന, ഇനി അതിനെ കൊണ്ടൊരു ബൈക്ക് വാങ്ങല്ലേ. യു ആർ സെലക്ടഡ് മോനെ. പൈസ എടുടാ. ഈ അഭിനയം എങ്ങനെയുണ്ട്? ഒരു ചായ. ചായക്ക് മധുരം കുറവല്ലോ. ചായക്ക് പഞ്ചസാര കൂടുതൽ ഇട്ടെങ്കിൽ എനിക്ക് ഷുഗർ വരും. നിനക്ക് ഷുഗർ വന്നെങ്കിൽ പിന്നെ നീ ചായ കുടിക്കാൻ വരല. എനിക്കൊരു കസ്റ്റമർ കുറയും. ചായക്ക് 10 രൂപയല്ലോ, ഇത് പകുതിയല്ലോ ഉള്ളത്. ഞാൻ എനിക്ക് ഫുള്ള് പൈസ തന്നെങ്കിൽ നീ പെട്ടെന്ന് മുതലാളിയാവും. പിന്നെ നീ ഇലക്ഷനിലെല്ലാം നിന്നിട്ട് നാളെ പ്രധാനമന്ത്രിയാവും. പിന്നെ നീ ഈ ഹോട്ടലെല്ലാം പൂട്ടും. അപ്പൊ ഞാൻ എഴുതി ചായ കുടിക്കും. വെയിലും മഴയും കുറുക്കന്റെ കല്യാണം ഒന്ന്
കുറുക്കനെ ഒരു പെണ്ണ് സെറ്റായി ഇങ്ങനെ നടന്നോ പപ്പ കുറെ ഉണ്ടാക്കിയിട്ടുണ്ട് 17,000 എത്ര പൂജ്യമുണ്ട്? 4 പൂജ്യം 1 2 3 4 ദാ അയച്ചിരിക്കുന്നു. 10,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. നന്ദിയുണ്ട്. അതെന്തോടോ പിഷാരടി പറഞ്ഞ? സാധാരണ മമ്മൂക്കയല്ലേ അതൊക്കെ പറയുന്നത്? മമ്മൂക്കയുള്ള എല്ലായിടത്തും പിഷാരടി ഉണ്ടല്ലോ. മമ്മൂക്ക് ചെറിയ അതാ പിഷാരടി പറഞ്ഞത്. കാര്യമാക്കണ്ടേ ഇങ്ങനെ കണക്കുണാന്നങ്ങ് പറഞ്ഞോണ്ടി. ഫിഷിന്റെ സ്പ്രേ ഫിഷ് 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 പിഷാരടി പിഷാരടിയല്ല പിന്നെ ഫിഷ് 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 എടോ മറ്റേ ഇച്ചിരി മുഖമൊക്കെ ചുളുകി മഞ്ജുപ്പിള്ള. ഇവിടെ ഏറ്റവും കൂടുതൽ വിജയിച്ചിട്ടുള്ള സ്പ്രേ ഏതാ സാറേ? ഇവിടെ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ മണമുള്ള സ്പ്രേ ആണ് ഏറ്റവും കൂടുതൽ വിജയിച്ചത്. ആണോ? അത് വിജയിക്കാനുള്ള അതിന്റെ രഹസ്യം, വരുന്ന ഒരു നാർക്കും സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ശരിക്കുള്ള മണം അറിയത്തില്ലല്ലോ. അതാ അതിന്റെ ഏറ്റവും വലിയ വിജയം. ഓഹോ, കാർത്തിക് സൂര്യയുടെ മണമുണ്ട്. മണമുണ്ട്, പക്ഷെ വലിയ ഗുണമില്ല. തന്നെ നിൽക്കുകയാണ്. അതിനെ നിയന്ത്രിക്കാൻ ഒരു കാരണവശാലും സാധിച്ചില്ല. പക്ഷേ ഈ കാഴ്ചക്കാരായി എത്തിയ അതിന്റെ ചുറ്റും നിൽക്കുന്ന ആളുകൾ അത് അവിടെ വന്ന് ഇരുന്നൊക്കെയാണ് കാഴ്ച കാണുന്നത്. അവിടെ പോലീസിന്റെ നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് ആ 3 പേർ അവിടെ ഉത്സവപ്പറമ്പിൽ ഗാനമേള കാണാൻ വന്നിരിക്കുന്ന പോലെയാണ് ആ 3 പേർ അവിടെ ഇരുന്ന കാഴ്ച കാണുന്നത്.